മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഔഷധ സസ്യത്തെ പറ്റിയാണ്. നമുക്ക് പലർക്കും സുപരിചിതമായ ഒരു സസ്യമാണ് ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന. ഇതിൻ്റെ പേര് ഇലമുളച്ചി എന്നാണ്. ഇലമുളച്ചി ഒരു പക്ഷേ നമ്മൾ പലരും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഔഷധ മൂല്യങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഇതിന് പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. പഴയ കാലങ്ങളിൽ, അതായത് മുൻകാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനായിട്ട് കുട്ടികൾ പോകുമ്പോൾ ഇതിൻ്റെ ഇല അടർത്തിയെടുത്ത് പുസ്തകത്താളുകളിൽ വെക്കും. അങ്ങനെ പുസ്തകത്താളിൽ വെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഇലകളുടെ ഈ ഭാഗത്ത് നിന്ന് കിളിപ്പുണ്ടാവുകയും അങ്ങനെ അത് പുതിയ സസ്യങ്ങളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇലയാണ് ഇതിൻ്റെ നടിയിൽ വസ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇല കിളുത്താണ് ഈ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇലമുളച്ചി എന്ന പേര് ഈ സസ്യത്തിന് ഉണ്ടായത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് നോക്കിയാട്ട് ഇത് മാംസളമായ ഇലകളാണ്. ഏറ്റവും കൂടുതൽ ജലാംശമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിന് പ്രത്യേക വളപ്രയോഗങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് വളർത്തി നമ്മുടെ പൂന്തോട്ടങ്ങളിൽ വെക്കാവുന്നതാണ്. അപ്പം പൂന്തോട്ടങ്ങളിൽ ഒരു ചെടിയായി വളർത്തുന്നതിലുപരിയായിട്ട് ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്നൂടെ നമുക്ക് നോക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് മിക്ക ആളുകൾക്കും ഉള്ള ഒരു രോഗമാണ് സ്റ്റോണ്, അതായത് കിഡ്നി സ്റ്റോണ്. അങ്ങനെയൊക്കെയുള്ള കല്ലുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ അടിഞ്ഞു കൂടാറുണ്ട്. അപ്പോൾ ഈ കല്ലുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധങ്ങളായ രാസപ്രവർത്തനങ്ങളുടെ ദഹനപ്രക്രിയകളുടെയൊക്കെ ഫലമായിട്ട് പുറത്തു പോകേണ്ട ഒട്ടനവധി വസ്തുക്കളുണ്ട്, പദാർത്ഥങ്ങളുണ്ട്. ഇവ യഥാസമയം പുറത്തു പോകാതിരിക്കുന്നുണ്ടെങ്കിൽ അത് രോഗകാരണങ്ങളായി ഭവിക്കുന്നു. അതിലെ ഒരു സംഗതിയാണ് ഈ കിഡ്നി സ്റ്റോണ് എന്നൊക്കെ പറയുന്ന ഈ കല്ലുകൾ. അപ്പം കാൽസ്യം, നമ്മുടെ ശരീരത്തിനും ആവശ്യമുള്ള കാൽസ്യം നമ്മുടെ ശരീരം സ്വീകരിച്ചതിന് ശേഷം ബാക്കിയൊക്കെ ഉള്ളത് പുറത്ത് കളയേണ്ട ഒരു ധർമ്മമുണ്ട്. അത് ശരീരത്തിൻ്റെ ഒരു ധർമ്മമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലുള്ള മിക്ക പ്രവർത്തനങ്ങൾ നടക്കുന്നത് രാത്രിയിലാണ്. പ്രത്യേകിച്ചും നമ്മൾ ഉറങ്ങുന്ന സമയങ്ങളിലാണ് കോശങ്ങൾ നശിക്കുക, പുതിയ കോശം ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള പ്രക്രിയകളൊക്കെ നടക്കുന്നത് നമ്മളൊക്കെ ഉറക്കം ആകുമ്പോഴാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഒക്കെ ഉണ്ടാകുന്ന ഈ രാസപ്രവർത്തന ഫലമായിട്ട് ഒട്ടനവധി ദോഷ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ഇത് പുറത്തു പോകേണ്ടത് ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന്, സന്തുലിതാവസ്ഥയ്ക്ക് ഉത്തമമാണ്. അത് പുറത്തു പോകാതിരിക്കുന്ന പല കാരണങ്ങളാണ്. ദഹന പ്രക്രിയയിലൂടെ ആവശ്യമുള്ളത് സ്വീകരിക്കുകയും ആവശ്യമില്ലാത്തത് പുറത്ത് കളയുകയും ചെയ്യേണ്ടതിന് തടസ്സമുണ്ടാകുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ മൂത്രത്തിലൂടെ ഒരുപാട് വിഷപദാർത്ഥങ്ങൾ ശരീരത്തിൽ നിന്നും പുറത്തു പോകേണ്ടതുണ്ട്. അങ്ങനെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ, അതായത് ഈ കാൽസ്യമൊക്കെ അടിഞ്ഞു കൂടുന്നത് മൂത്രത്തിലൂടെ പുറത്തു പോകാതിരിക്കുകയും തൽഫലമായി ഇത് കല്ല് രൂപത്തിൽ, പരൽ രൂപത്തിലും കല്ല് രൂപത്തിലുമൊക്കെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞു കൂടുകയും അത് നമുക്ക് വലിയ രോഗമായി മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിൽ ഒന്നാണ് ഈ മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ചികിത്സിക്കാനും അതുപോലെ തന്നെ ഇത് നീക്കം ചെയ്യാനുമൊക്കെ ഭീമമായ ചിലവുകളാണ് ഉള്ളത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിൻ്റെയൊക്കെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് ചിലവാകേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ദാഹിച്ചാലും ഇല്ലെങ്കിലും മഴയായാലും വെയിലായാലും നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് വെള്ളം എന്ന് പറയുന്നുണ്ടെങ്കിൽ ശുദ്ധജലം, കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം, അതാണ് നമുക്ക് ഏറ്റവും ഉത്തമം എന്ന് വെച്ചാൽ. അത് കിണറ്റിൽ നിന്ന്, നമ്മുടെ നല്ലോണം സൂക്ഷിക്കുന്ന കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം നമ്മളത് തിളപ്പിച്ച് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കോരിയെടുത്ത് നമ്മൾ വെച്ചതിന് ശേഷം, പ്രത്യേകിച്ചും മൺകലങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാൻ സാധിക്കും. ഇനി അതല്ല, തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കത്തുള്ളെങ്കിൽ അങ്ങനെ ആയാലും നമ്മൾ കുടിക്കണം. മിനിമം ഒരു 2-3 കുപ്പി വെള്ളം, അതായത് ഒരു 2-3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം. ഇല്ലെങ്കിൽ ശരീരത്തിന് വലിയ ദോഷം ഉണ്ടാകും. 3 ലിറ്റർ വെള്ളം ഏറ്റവും കുറഞ്ഞ് നമ്മൾ കുടിച്ചിരിക്കണം. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, നമ്മുടെ ജോലി തിരക്കുകൊണ്ട് അതുപോലെ തന്നെ യാത്രയുടെ ഇതുകൊണ്ടൊക്കെ നമ്മൾ ഈ മൂത്രം തടസ്സപ്പെടുത്തും, മലമൂത്ര വിസർജനങ്ങൾ തടസ്സപ്പെടുത്തും. അങ്ങനെ വരുന്നതും നമ്മുടെ ശരീരത്തിന് ദോഷങ്ങളായിട്ട് ഭവിക്കാറുണ്ട്. അപ്പം നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്നത് മാത്രമല്ല, ധാരാളം വെള്ളം കുടിക്കുന്നവരും കൃത്യമായ സമയത്ത് മലമൂത്ര വിസർജനം നടത്തിയില്ലെങ്കിൽ നമുക്ക് അതിലൂടെ രോഗങ്ങളൊക്കെ ഉണ്ടാവുകയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് കല്ലാണ് നമ്മുടെ ഉള്ളിൽ, അതായത് നമുക്ക് അതിയായ വയറ്റുവേദന,
പിന്നെ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ കൂടുതലാണെങ്കിൽ പരിശോധനയിലൂടെ മൂത്രത്തിൽ കല്ലാണെന്ന് മനസ്സിലായാൽ ഓപ്പറേഷനൊന്നും പോകാൻ, ശസ്ത്രക്രിയയ്ക്കൊന്നും പോകാൻ, സർജറിക്കൊന്നും പോകാൻ സാമ്പത്തിക ശേഷിയും ഒന്നുമില്ലാത്ത പാവങ്ങളായ ആൾക്കാർക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വരദാനമാണ് ഈ ഇലമുളച്ചി എന്ന് പറഞ്ഞാൽ. ഇത് നട്ട് വളർത്താൻ യാതൊരു പാടുമില്ല, യാതൊരു പ്രയാസമില്ലെന്ന് മാത്രമല്ല അല്പം പോലും വളം വേണ്ട. ഇതേപോലെ ഒരു ഇല പറിച്ചെടുത്ത് നമ്മൾ പേപ്പറിന് ഇടയ്ക്ക് അടുക്കി വെക്കുക, അല്ലെങ്കിൽ പുസ്തകത്തിൽ വെക്കുക ചെയ്താൽ ഏതാനും ദിവസങ്ങൾ കഴിയുന്ന ആ വേരുകൾ വരികയും പിന്നീട് അത് ചെറിയ സസ്യമായി മാറുകയും ചെയ്യും. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ സസ്യം നമ്മൾ പിഴുതെടുത്ത് ഇതേപോലെ ചട്ടിയിലോ അല്ലെങ്കിൽ ഇതേപോലെ ഗ്രോ ബാഗിലോ കുറച്ച് മണ്ണൊക്കെ എടുത്ത് അതിനകത്ത് വെച്ച് പിടിപ്പിച്ചാൽ മതി. പ്രത്യേകിച്ച് വളം ഒന്നും ചെയ്യേണ്ട. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ മണ്ണിൽ നിന്നും പറിച്ചെടുക്കുന്ന ഒരു സസ്യം ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ നമ്മൾ നട്ട് വളർത്തുകയാണെങ്കിൽ അതിന് അല്പം വളം കൊടുക്കേണ്ടത് നമ്മുടെ ധാർമ്മികമായ ഒരു കടമയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം കൊടും വരൾച്ചയിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ കൊടുത്ത് വളർത്തിയാൽ വളരെ മനോഹരമായ ഒരു ചെടിയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റോണുള്ള ഒരാൾ ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം. ഈ സ്റ്റോൺ നീക്കം ചെയ്യാൻ വേണ്ടി വരുന്ന ഭീമമായ ചിലവില്ലാത്തവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ഇലമുളച്ചി, ഈ ഇലമുളത്തിൻ്റെ രുചി എന്ന് വെച്ചാൽ പുളിയും മധുരവും ചേർന്ന രുചിയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഒരു ഇല, ഒറ്റ ഇല മതി. ഒരു ഇല നമ്മൾ പറിച്ചെടുക്കുക. ഒരു ഇല പറിച്ചെടുത്ത് നമുക്ക് ഇത് നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഇത് അരച്ചെടുത്ത് കരിക്കും വെള്ളത്തിൽ നമുക്കിത് ചേർത്ത് നമുക്ക് കുടിക്കുന്നത് രാവിലെ വെറും വയറ്റിലായിരിക്കണം. അതിനുശേഷം 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ഒരു കുറച്ച് ദിവസം അങ്ങനെ തുടരുക. കല്ലിൻ്റെ വലുപ്പം അനുസരിച്ച്, അതായത് രോഗത്തിൻ്റെ കാഠിന്യമനുസരിച്ച് കുറച്ച് ദിവസം ഇങ്ങനെ തുടർന്നുണ്ടെങ്കിൽ ആ കല്ല് ഉരുകി, അതായത് പൊടിഞ്ഞ് നമ്മുടെ മൂത്രത്തിലൂടെ ഒക്കെ ഇത് വെളിയിൽ പോകും. അങ്ങനെ പോയ സുഖം പ്രാപിച്ച ഒട്ടനവധി പേരുടെ അനുഭവങ്ങൾ എനിക്കുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഇലകളും തൈകളും ഒക്കെ ധാരാളം ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോയി ഇപ്പോൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പ്രിയരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സൃഷ്ടികർത്താവ് നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മളത് ഒന്നുകിൽ മനസ്സിലാക്കുന്നില്ല, ഒരുപക്ഷെ അറിയാമെങ്കിൽ പോലും നമ്മളിതിനെ അവഗണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രോഗങ്ങളുടെ കൂമ്പാരങ്ങളായി കേരളീയ ജനത മാറിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ആശുപത്രി ചിലവുകൾ ദൈനംദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ അസുഖമായിട്ട് നമ്മൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയാൽ തന്നെ ആ പരിശോധനകൾക്ക് മാത്രം വലിയ ഒരു സംഖ്യകൾ നമ്മൾ കൊടുക്കേണ്ട സാഹചര്യമാണ്. അതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ പേർക്കൊക്കെ നമുക്കൊക്കെ അറിയാം. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഇത്തരം പക്ഷമരുന്നുകൾ അറിഞ്ഞിരിക്കുകയും അവ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യുന്നത് കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷമായി സ്വസ്ഥമായി ജീവിക്കുന്നതിന് ആവശ്യമാണ്. എത്ര സ്ഥലപരിമിതിയുള്ളവർക്കും ഇതേപോലെ ഒരെണ്ണം നട്ടു വളർത്തുന്നത് മനസ്സിന് സന്തോഷം പകരുന്നതാണ്. അപ്പോൾ ഇന്ന അസുഖം ഉണ്ടായാൽ നമ്മുടെ വീട്ടിൽ അതിൻ്റെ ആശുപത്രി ഉണ്ട്, ആ രോഗത്തിനുള്ള ആശുപത്രി നമ്മുടെ വീട്ടിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ധൈര്യം കിട്ടുകയും, അതുപോലെ തന്നെ ഇത് കാണുമ്പോഴൊക്കെ ധാരാളം വെള്ളം കുടിക്കണമെന്നും അതുപോലെ തന്നെ മലമൂത്ര വിസർജ്യങ്ങൾ കൃത്യമായി നടത്തണമെന്നും അത് തടഞ്ഞു വെച്ചാൽ ആപത്താണെന്ന ഒരു ബോധം നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് നൽകുകയൊക്കെ ചെയ്യുന്ന മൂലം അത്തരം വിഘാതങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും നമ്മുടെ രോഗപ്രതിശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ നമ്മൾ സ്വയം സജ്ജരാകുകയും ചെയ്യുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രിയ സുഹൃത്തെ, ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ എല്ലാവർക്കും താല്പര്യം കാണുമെന്ന് എനിക്കറിയാം. അങ്ങനെ താല്പര്യമുള്ളവർ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.